മെക്സവൻ കീഴ്ശ്ശേരിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു യാത്രയിലാണ് നാം ഇന്ന്. നമ്മുടെ മെക്സവൻ കുടുംബത്തോടൊപ്പം തിരൂർ, എടപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏതാനും കുടുംബങ്ങൾ കൂടി നമ്മോടൊപ്പം ഒത്തുചേരുന്നു. എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലങ്കര ഡാം, ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ KSRTC യാത്ര. കാണാം നമുക്ക്. KSRTC കണ്ടക്ടർ ശ്രീ ബിജു സാറിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കാം. മലങ്കര ഡാമിന്റെ കവാടത്തിങ്ങലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാം. മലങ്കര ഡാമിനെ നേരിട്ട് കണ്ടുകൊണ്ടും അതിൻ്റെ ചില വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടും നമുക്കിതാ ഈ പാതയിലൂടെ മുന്നോട്ട് നടക്കാം. പ്രകൃതി സൗന്ദര്യത്തിന്റെയും കാലാവസ്ഥയുടെയും സമൃദ്ധിയും മറ്റ് നിർമ്മലമായ സൗകര്യങ്ങളും കൊണ്ട് വിനോദസഞ്ചാര വികസനത്തിന് ഇടുക്കി ജില്ല തന്ത്രപരമായി അനുയോജ്യമാണ്. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച കൃത്രിമ തടാകമാണ് മലങ്കര റിസർവോയർ. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മൂലമറ്റം റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ, വാഗമൺ, തേക്കടി, ഇടുക്കി അണക്കെട്ട്, പീരുമേട്, ഇലവീഴ പൂഞ്ചിറ, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം തുടങ്ങിയ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായ തൊടുപുഴയിൽ നിന്ന് 7 കിലോമീറ്ററും അകലെയാണ് മലങ്കര. മൂവാറ്റുപുഴയാറ്റിന്റെ കൈവഴിയായ തൊടുപുഴയാറ്റിൽ മുട്ടത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡാമിലെ ജലവിധാനം നോക്കുക, കുറവാണ്. കനത്ത മഴ മൂലം വെള്ളം കൂടിയപ്പോൾ ജലം തുറന്നു വിട്ടത് കൊണ്ടാകാം ഇപ്പോൾ ജലവിധാനം കുറഞ്ഞത്. ജലസേചനാവശ്യാർത്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മലങ്കര ഡാം എന്നൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഡാമിന് കുറുകെയുള്ള പാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുക. ജലസേചന ആവശ്യങ്ങൾക്കായി തൊടുപുഴ നദിക്ക് കുറുകെ തൊടുപുഴയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള വെള്ളം ഇവിടെ സംഭരിക്കുന്നു. മലങ്കര റിസർവോയർ ചുറ്റുപാടുകളിലെ പച്ചപ്പിനൊപ്പം ശാന്തവും ആകർഷകവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. പ്രകൃതി സ്നേഹികൾക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. നദിയുടെ ബാക്ക്ഗ്രൗണ്ടിലെ ആകാശ നീലിമയുടെയും പ്രകൃതി ഭംഗിയുടെയും പശ്ചാത്തലം നോക്കുക. ആവോളമുണ്ട് ആസ്വദിക്കാൻ. 2018 വെള്ളപ്പൊക്കത്തിനു മുമ്പ് അണക്കെട്ടും പരിസരവും പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിച്ചു. പിന്നീടുള്ള വികസന പ്രവർത്തനങ്ങൾ DDBCയുടെ ധനസഹായത്തോടെ ചെയ്തു. 2019 നവംബറിൽ പൊതുജനങ്ങൾക്കായി പ്രവേശനം തുറന്നുകൊടുത്തു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയും പ്രവേശന ഫീസ് ഈടാക്കി. വരുമാനത്തിൽ പാർക്കിംഗ്, പരിസരത്ത് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ മറ്റ് ഫീസുകളും ഉൾപ്പെടുന്നു. വരുമാനത്തിന്റെ 80% മൂവാറ്റുപുഴ ജില്ലാ കളക്ടറുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും സംയുക്ത അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ടൂറിസം പ്രവർത്തനങ്ങളുടെ പരിപാലനത്തിനും ഭാവി വികസനത്തിനും ഉപയോഗിക്കാം. 10% ജലസേചന വകുപ്പിനും 10% വരുമാനമായി DDBCക്കും നൽകുന്നു. ലഭ്യമായ സൗകര്യങ്ങൾ. അണക്കെട്ടും പരിസരവും എല്ലാ ദിവസവും വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കും. കുട്ടികളുടെ പാർക്ക്, നടത്ത ട്രാക്ക്, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, കുടിവെള്ളം, ആംഫി തിയേറ്റർ, വാണിജ്യ ഇടം തുടങ്ങിയ സൗകര്യങ്ങളുള്ള എൻട്രൻസ് പ്ലാസ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് പൂർത്തിയാക്കിയത്. ഇപ്പോൾ സൂചിപ്പിച്ച കുട്ടികളുടെ പാർക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുട്ടികളില്ല, ഞങ്ങൾ തന്നെയാണ് കുട്ടികൾ. അതുകൊണ്ട് ഇവ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളൊന്ന് ആസ്വദിക്കുകയാണ്. പാർക്കിന് ചുറ്റുമിത നല്ലൊരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. മെക്സവൻ പരിശീലനത്തിന് മുന്നേ ഞങ്ങൾ നടക്കാറുള്ള നടപ്പാണിപ്പോൾ ഓർമ്മ വരുന്നത്. കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഐറ്റംസ് ഇപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് മുതിർന്നവരാണ്. ഈ ഉപകരണങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉപകരണം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കും ചിലപ്പോൾ ഹാനികരമായി ഭവിച്ചേക്കാം. ഒറ്റനോട്ടത്തിൽ ചെറിയൊരു പാർക്കായി തോന്നാമെങ്കിലും ധാരാളം ഇനങ്ങളാണ് കുട്ടികളെ കാത്ത് ഇവിടെ ഇരിക്കുന്നത്. നോക്കുക. പാർക്കും പരിസരവും ഉപകരണങ്ങളുമെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ടെന്ന് ഇവിടെ ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഓരോ ഈവൻസും ഓരോരുത്തരെ കയ്യേറിക്കഴിഞ്ഞു. നോക്കുക.
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഓരോരുത്തരും ഇവിടെ ചെറുപ്പമായി കഴിഞ്ഞു. ഓരോ ഐറ്റത്തിലും അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ് ഇവിടെ. ഊഞ്ഞാലാട്ടം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായി അവരുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. മത്സ്യബന്ധങ്ങളുടെ ഊഞ്ഞാലാട്ടവും മറ്റ് കായിക പ്രകടനങ്ങളുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പാർക്കും പരിസരവും വളരെ മനോഹരമാണ്. വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ ഈ മരച്ചുവട്ടിലെത്തി വിശ്രമിക്കുകയാണ് ചിലർ. വ്യായാമം കഴിഞ്ഞാണ് ഇവർ വിശ്രമിക്കുന്നത്. എന്നാൽ ചില വ്യായാമം കഴിയാത്തവരെയും വിശ്രമിക്കുന്നതായി ഇവിടെ കാണാം. ഫാമിലിയോടൊപ്പം മനോഹരമായൊരു വൈകുന്നേരം മനോഹരമായി ചിലവഴിക്കാൻ പറ്റിയ ഇടുക്കിയിലെ സുന്ദരമായൊരു ഇടമാണ് ഇത്. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെയും KSEBയുടെയും കീഴിൽ നിർമ്മിച്ച ഈ ഗ്രാവിറ്റി ഡാം പ്രകൃതി ഭംഗി കൊണ്ട് നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. തൊടുപുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് 11 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു കൃത്രിമ തടാകം സൃഷ്ടിക്കുന്നു. ബോട്ടിംഗ്, മീൻപിടുത്തം തുടങ്ങിയ വിനോദ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രമായി ഈ ജലസംഭരണി മാറിയിരിക്കുന്നു. ഇത് സന്ദർശകർക്ക് വിശ്രമിക്കാൻ ശാന്തമായ ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു. അണക്കെട്ടിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, സജീവമായ സസ്യജാലങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഐറ്റങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു പിക്നിക്കിനോ വിശ്രമയാത്രയ്ക്കോ അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇവിടെ. സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി മലങ്കര അണക്കെട്ടിലെ സൗകര്യങ്ങൾ ശ്രദ്ധാപൂർവം വികസിപ്പിച്ചെടുത്ത് കുട്ടികളുടെ പാർക്ക് നന്നായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതായുടെ ഫോട്ടോ സെഷനുകളും അരങ്ങേറുന്നുണ്ട്. ഇതാ മലങ്കര ഡാം സൈറ്റ് എഞ്ചിനീയർ നമ്മെ സന്ദർശിക്കാനും ആശംസിക്കാനും എത്തിയിരിക്കുന്നു. അതിനു മുമ്പ് 2-3 പ്രാവശ്യം തുറന്നിട്ടുണ്ട്. ഇടുക്കി ഡാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെറുതോണിയാണ് തുറന്നു. ഇടുക്കി ഡാമിനും കൊടമാവ് ഡാമിനും ഷട്ടറില്ല. ഇടുക്കി ഡാം നിറഞ്ഞാല് ചെറുതോണിയാണ് തുറന്ന് പെരിയാറ്റിക്കടെ വെള്ളം പോകുള്ളൂ. അത് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തുറക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ ഒരു 70% മുകളിൽ മൂലമറ്റത്തുനിന്ന് ഉത്പാദിപ്പിക്കണം. മൂലമറ്റത്തുനിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ചാണ് നിങ്ങളെ തിരുവനന്തപുരം വരെയും കാസർഗോഡ് വരെ ഈ വൈദ്യുതി എത്തുന്നത്. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇവിടെ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിലെ വെള്ളം വൈദ്യുതി ഉത്പാദിപ്പിച്ച് മലങ്കര ഡാമിൽ വരും. മലങ്കരയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് തൊടുപുഴ, മൂവാറ്റുപുഴ, തലയോലപ്പുറത്ത് വഴി വെള്ളൂർ ന്യൂസിലൻഡ് ഫാക്ടറിക്ക് ഇവിടുന്ന വെള്ളം എത്തുന്നത്. വേനൽക്കാലത്ത് ഈ ഡാമിലെ വെള്ളം ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലേക്ക് കനാൽ വഴി വിട്ട് കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കും. അതുകൊണ്ട് വേനൽക്കാലത്ത് ഇവിടെ വന്നാലാണ് ഡാം നിറഞ്ഞിറക്കുന്നത്. ഈ ഡാമിൽ 6 ജനറേറ്ററും കൂടി 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇടുക്കി മലങ്കര ഡാം നിറയും. അത്ര പെട്ടെന്ന് അത്രമാത്രം വെള്ളം വരും. ഇടുക്കി ഡാമിലെ വെള്ളം ഇവിടുന്ന് കുളമാവിൽ നിന്ന് ടണൽ വഴി മൂലമറ്റത്ത് വന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ചാൽ ഇവിടെ വരും. വേനൽക്ക് വന്നാൽ നിങ്ങൾക്ക് നല്ല സുഖമായി ഈ ഡാം നിറഞ്ഞെടുക്കും. ഇല്ല, തുറന്നുകൂടില്ല. വേനൽക്കാലത്ത് കഴിഞ്ഞ ആഴ്ച വരെ ഈ ഡാമിൽ ഫുള്ള് വെള്ളം ഉണ്ടായി. നിങ്ങൾ കാണുന്ന ഈ റിങ്, ഈ കെട്ട് ലെവലിന് ഏകദേശം അടുത്ത് വരെ വെള്ളം ഉണ്ടാവും. ഇതിന്റെ ഇടത് കനാലും വലത് കനാലും ഉണ്ട്. നിങ്ങൾ കണ്ടു കാണും. ഷട്ടർ ഇട്ടേക്കണ ഇടത് കനാലിന്റെ വെള്ളം ആലപ്പുഴ ജില്ലയുടെ ചേർത്തല ഭാഗം വരെ. മലങ്കര ഡാമിനോട് യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് ഇല്ലിക്കൽ കല്ല്. അവിടെ നിന്ന് നമുക്ക് ഇലവീഴ പൂഞ്ചിറ കാണാൻ പോകണം. ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ എപ്പിസോഡുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ